എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2026-ലെ മൂന്നാം പോരാട്ടത്തിനായി രാജസ്ഥാൻ റോയൽസും ചെന്നൈ സൂപ്പർ കിങ്സും ഗുവാഹത്തിയിലെ ബർസാപര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നേർക്കുനേർ വന്ന ആ മായിക സായാഹ്നത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കാണികളുടെ ശ്വാസം നിലച്ചുപോയ തികച്ചും അപ്രതീക്ഷിതവും ഉദ്വേഗജനകവുമായ ഒരു കൊടുങ്കാറ്റോടെയാണ് ഈ മത്സരത്തിന് തുടക്കം കുറിച്ചത്. പവർ പ്ലേക്കുള്ളിൽ മൈതാനത്തരങ്ങേറിയത് സകലരെയും അക്ഷരാർത്ഥത്തിൽ സ്തംഭിപ്പിച്ചു കളഞ്ഞു. ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് നായകൻ റിയാൻ പരാഗ് സ്വന്തം തട്ടകത്തിൽ ആദ്യം ബൗൾ ചെയ്യാനെടുത്തത് അങ്ങേയറ്റം ധീരവും കൃത്യവുമായ ഒരു തീരുമാനമായിരുന്നു. തുടർന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ബാറ്റിംഗിനായി കളത്തിലിറങ്ങി. ചെന്നൈക്കായി ഋതുരാജ് ഗേക്വാദും സഞ്ജു സാംസണും അടങ്ങുന്ന പരിചയസമ്പന്നരായ ഓപ്പണിംഗ് ജോഡിയാണ് ക്രീസിലെത്തിയത്. എന്നാൽ അന്ന് ഗുവാഹത്തിയിലെ കാറ്റിൽ ജോഫ്ര ആർച്ചറുടെയും നാന്ദ്രെ ബർഗറുടെയും അത്യുഗ്രൻ വേഗതയുടെ രൗദ്രഭാവമാണ് ആഞ്ഞുവീശിയത്. ആദ്യ ഓവർ മുതൽ അവർ മൈതാനത്ത് വിനാശം വിതച്ചു. ആർച്ചർ തന്റെ അതിവേഗം കൊണ്ട് ബാറ്റർമാരെ കടുത്ത പരീക്ഷണത്തിന് വിധേയരാക്കിയപ്പോൾ ബർഗർ തന്റെ തീപ്പൊരി സ്വിംഗ് കൊണ്ട് ചെന്നൈയുടെ മുൻനിരയെ അക്ഷരാർത്ഥത്തിൽ തകർത്തെറിഞ്ഞു. ബാറ്റിംഗിന് അനുകൂലവും കൂറ്റൻ സ്കോറുകൾ പിറക്കുന്നതുമായ ബർസാപരയിലെ പിച്ച് ചെന്നൈ ബാറ്റർമാർക്ക് മുന്നിൽ ഒരു ഭയാനകമായ ശവപ്പറമ്പായി മാറുകയായിരുന്നു. രാജസ്ഥാന്റെ ഫാസ്റ്റ് ബൌളർമാർ അഴിച്ചുവിട്ട ആ സംഹാരതാണ്ഡവം ചെന്നൈയുടെ നായകൻ ഋതുരാജ് ഗേക്വാദ് തന്റെ ഏറ്റവും ദുഷിച്ച സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാകില്ല. വരാനിരിക്കുന്ന വലിയ ഒരു ദുരന്തത്തിന്റെ സൂചനയായിരുന്നു മത്സരത്തിന്റെ തുടക്കം തന്നെ. ഇന്നിംഗ്സിന്റെ രണ്ടാമത്തെ ഓവർ എറിയാനെത്തിയ ദക്ഷിണാഫ്രിക്കൻ വേഗതയുടെ രാജാവ് നാന്ദ്രെ ബർഗർ മണിക്കൂറിൽ 140.2 കിലോമീറ്റർ വേഗതയിൽ തീ തുപ്പുന്ന പന്തുകൾ കൊണ്ട് തീർത്ത വലയിൽ തന്റെ അരങ്ങേറ്റ മത്സരം കളിക്കുന്ന സഞ്ജു സാംസൺ പൂർണ്ണമായും നിസ്സഹായനായി നിന്നുപോയി. പിച്ചിൽ കുത്തിയ ശേഷം ഒരു മുള്ളു പോലെ ഉള്ളിലേക്ക് തുളച്ചു കയറിയ ബർഗറുടെ ആ മാന്ത്രിക പന്ത് ചിന്നസ്വാമിയുടെ പ്രിയപുത്രനായ സഞ്ജുവിന്റെ ഓഫ് സ്റ്റംപ് വായുവിൽ പറത്തി. അങ്ങനെ ബർസാപരയെ നിശബ്ദമാക്കി ചെന്നൈക്ക് അവരുടെ ആദ്യത്തെ വലിയ പ്രഹരമേറ്റു. ആ ആദ്യ പ്രഹരത്തിന്റെ നടുക്കിൽ നിന്ന് ടീം കരകയറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മൂന്നാം ഓവറിൽ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ബൌളർമാരിൽ ഒരാളായ ജോഫ്ര ആർച്ചർ തന്റെ തകർപ്പൻ ബൌളിംഗിലൂടെ തകർച്ചയുടെ അടുത്ത അധ്യായം എഴുതിച്ചേർത്തത്. മണിക്കൂറിൽ 143.3 കിലോമീറ്റർ വേഗതയിൽ വന്ന് കൃത്യതയാർന്ന ഒരു യോർക്കറിലൂടെ സാക്ഷാൽ നായകൻ ഋതുരാജ് ഗേക്വാദിനെ ആർച്ചർ ക്ലീൻ ബൗൾഡാക്കി. ഓഫ് സൈഡിൽ ഇടം കണ്ടെത്തി ഷോട്ട് കളിക്കാനായിരുന്നു ഗേക്വാദിന്റെ ശ്രമം. എന്നാൽ മിന്നൽ വേഗത്തിൽ പാഞ്ഞുവന്ന പന്ത് പ്രതിരോധം ഭേദിച്ച് സ്റ്റമ്പുകളെ പിഴുതെറിഞ്ഞു. ആ ഓവറിലെ തൊട്ടടുത്ത പന്തിൽ യുവതാരം ആയുഷ് മഹാത്രയ്ക്ക് നേരെ നെഞ്ചളവിൽ ഉയർന്നുവന്ന ബർഗറുടെ ഒരു മാരക ബൗൺസറിന് യാതൊരു മറുപടിയുമുണ്ടായിരുന്നില്ല. നിസ്സഹായനായി ബാറ്റ് വെച്ച മഹാത്രയുടെ ഗ്ലൗസിലുരസിയ പന്ത് ധ്രുവ ജുറേലിന്റെ സുരക്ഷിതമായ കൈകളിൽ വിശ്രമിച്ചു. അമ്പയർ ഔട്ട് നിഷേധിച്ചെങ്കിലും രാജസ്ഥാൻ ഉടൻ തന്നെ റിവ്യൂ നൽകിയതും അൾട്രാ എഡ്ജിൽ പന്ത് ഗ്ലൗസിൽ തട്ടിയതായി വ്യക്തമാവുകയും ചെയ്തു. 3 ഓവറുകൾ പിന്നിടുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് വെറും 12 റൺസിന് 3 പ്രധാന വിക്കറ്റുകൾ നഷ്ടപ്പെട്ട് തിരിച്ചുവരവ് അസാധ്യമായ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തി. മുൻനിര ചീട്ടുകൊട്ടാരം പോലെ തകർന്നടഞ്ഞതിനു ശേഷം 6ാം ഓവറിൽ രാജസ്ഥാന്റെ ഏറ്റവും മികച്ചവും പരിചയസമ്പന്നനുമായ സന്ദീപ് ശർമ്മ തന്റെ ബൌളിംഗ് മാന്ത്രികത പുറത്തെടുത്തപ്പോൾ ചെന്നൈ ക്യാമ്പിൽ വല്ലാത്തൊരു നിശബ്ദത തളം കെട്ടി. കൃത്യമായ ലൈനിലും ലെങ്തിലൂടെയും മാത്യു ഷോട്ടിനെ വരിഞ്ഞു മുറുക്കിയ സന്ദീപ് വേഗം കുറഞ്ഞ ഒരു നക്കിൾ ബോളിലൂടെ ഷോട്ടിനെ ഒരു സോഫ്റ്റ് ഡിസ്മിസലിൽ കുടുക്കി. പന്തിന്റെ വേഗത മനസ്സിലാക്കുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ട ഷോട്ട് മിഡ് വിക്കറ്റിലെ ഫീൽഡർക്ക് എളുപ്പം ഒരു ക്യാച്ച് സമ്മാനിച്ചു മടങ്ങി. എന്നാൽ ഈ പ്രളയസമാനമായ തകർച്ചയ്ക്കിടയിലാണ് സർഫ്രാസ് ഖാൻ ക്രീസിലെത്തിയത്. ബർഗറുടെ ഒരു ഷോർട്ട് പിച്ച് പന്തിൽ എക്സ്ട്രാ കവറിന് മുകളിലൂടെ അതിമനോഹരമായ ഒരു 4 അടിച്ചുകൊണ്ട് അദ്ദേഹം ചെന്നൈ ആരാധകരുടെ കണ്ണുകളിൽ തിരിച്ചുവരവിന്റെ ഒരു നേരിയ പ്രതീക്ഷ ജനിപ്പിച്ചു. തങ്ങളുടെ രക്ഷകനായി അദ്ദേഹം അവതരിക്കുമെന്ന് തോന്നിയെങ്കിലും ആ പ്രതീക്ഷ വളരെ ക്ഷണികമായിരുന്നു. യഥാർത്ഥ നാടകീയതയും രോമാഞ്ചവും ആരംഭിച്ചത് 8ാം ഓവറിലാണ്. മുൻ ചെന്നൈ താരവും ഇപ്പോൾ രാജസ്ഥാന്റെ ഏറ്റവും വലിയ മാച്ച് വിന്നറുമായ രവീന്ദ്ര ജഡേജയാണ് പന്തെറിയാനെത്തിയത്. തന്റെ രണ്ടാമത്തെ പന്തിൽ തന്നെ ഉള്ളിലേക്ക് കയറി വന്ന അതിവേഗത്തിലുള്ള ഒരു ആം ബോളിലൂടെ അദ്ദേഹം സർഫ്രാസ് ഖാന്റെ പാഡുകളിൽ ആഞ്ഞടിച്ചു. സർഫ്രാസ് റിവ്യൂ എടുത്തെങ്കിലും ബോൾ ട്രാക്കിംഗിൽ 3 ചുവന്ന സിഗ്നലുകൾ തെളിഞ്ഞതോടെ അദ്ദേഹത്തിന് നിരാശയോടെ മടങ്ങേണ്ടി വന്നു. ആ ഓവറിലെ തൊട്ടടുത്ത പന്തിൽ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ബാറ്ററായ ശിവം ദുബെ ക്രീസിലുണ്ടായിരുന്നു. ഒരു വമ്പൻ 75 മീറ്റർ സിക്സർ പറത്തി ദുബെ കാണികളെ ആവേശത്തിലാക്കിയെങ്കിലും തൊട്ടടുത്ത പന്തിൽ ലെങ്തിലും സ്പിന്നിലും മാറ്റം വരുത്തിയ ജഡേജയുടെ കെണിയിൽ ദുബെ വീണു. പന്ത് വായുവിൽ ഉയർത്തിയടിച്ച ദുബെയെ ലോങ് ഓഫിൽ രവി ബിഷ്ണോയി അനായാസം കൈപ്പിടിയിലൊടുക്കിയതോടെ ചെന്നൈയുടെ മധ്യനിരയും തകർന്നടിഞ്ഞു. 10ാം ഓവർ ആരംഭിച്ചപ്പോൾ രാജസ്ഥാൻ നായകൻ റിയാൻ പരാഗ് മറ്റൊരു മാസ്റ്റർ സ്ട്രോക്ക് പുറത്തെടുത്തു. യുവതാരം ബ്രിജേഷ് ശർമ്മയ്ക്ക് പന്തേൽപ്പിച്ചു. തനിക്ക് ലഭിച്ച അവസരം ഇരുകൈയും നീട്ടി സ്വീകരിച്ച് ബ്രിജേഷ് അതിവേഗം ഉള്ളിലേക്ക് വന്ന പന്തിലൂടെ കാർത്തിക് ശർമ്മയുടെ പ്രതിരോധം ഭേദിച്ച് പാഡിൽ പന്തെത്തിച്ച് LBW വിക്കറ്റ് നേടി.
11 ഓവറുകൾ പിന്നിടുമ്പോൾ സ്കോർ ബോർഡിലെ 7ന് 173 എന്ന നാണം കെട്ട കണക്ക് ചെന്നൈയുടെ പ്രതാപമേറിയ ചരിത്രത്തിലെ ഒരു കറുത്ത പാടായി മാറി. 13ാം ഓവറിൽ രാജസ്ഥാൻ നായകൻ റിയാൻ പരാഗ് വീണ്ടും ജോഫ്ര ആർച്ചറെ തിരിച്ചു വിളിച്ചതോടെ തകർച്ചയുടെ അടുത്ത അധ്യായം ആരംഭിച്ചു. തന്റെ അന്താരാഷ്ട്ര പരിചയസമ്പത്ത് മുഴുവൻ പുറത്തെടുത്ത ആ ആർച്ചർ ചെന്നൈയുടെ മിസ്റ്ററി സ്പിന്നർ നൂർ അഹമ്മദിനെ തന്റെ തന്ത്രങ്ങളുടെ വലയിലാക്കി. തുടർച്ചയായ ബൗൺസറുകൾക്ക് ശേഷം 145+ വേഗതയിൽ വന്ന ഒരു ഫുൾ ലെങ്ത് ഡെലിവറിയിൽ നൂർ അഹമ്മദിനെ കീപ്പർ ദ്രീവ് ജുറേലിന്റെ കൈകളിൽ എത്തിച്ചു. 13 ഓവറുകൾ പിന്നിടുമ്പോൾ വെറും 82 റൺസിന് 8 വിക്കറ്റ് നഷ്ടപ്പെട്ട് ചെന്നൈ പൂർണ്ണമായും വിയർക്കുകയായിരുന്നു. ഈ തകർച്ചയ്ക്കിടയിലും ന്യൂസിലൻഡ് താരം ജാമി ഓവർട്ടൺ ഒരു പോരാളിയെപ്പോലെ ഒരറ്റത്ത് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. രവീന്ദ്ര ജഡേജയുടെ പന്തിൽ ഒരു കൂറ്റൻ സിക്സർ പറത്തിക്കൊണ്ട് അദ്ദേഹം സ്കോർ ബോർഡ് ചലിപ്പിക്കാൻ ശ്രമിച്ചു. 14ാം ഓവറിൽ മാറ്റ് ഹെൻറി യുവതാരം ബ്രിജേഷ് ശർമ്മയുടെ 111.2 കിലോമീറ്റർ വേഗതയുള്ള പന്തിൽ അതിർത്തി കടത്തിയെങ്കിലും 15ാം ഓവറിൽ രവി ബിഷ്ണോയിയുടെ മാന്ത്രിക ഗുഗ്ലിയിൽ അദ്ദേഹം സ്വന്തം പന്തിൽ തന്നെ ക്യാച്ച് നൽകി മടങ്ങി. 90 റൺസിൽ 8 വിക്കറ്റ് നഷ്ടപ്പെട്ട ചെന്നൈക്കായി അവസാന വിക്കറ്റിൽ അൻഷുൽ കാംബോജും ജാമി ഓവർട്ടണും പൊരുതി. 16ാം ഓവറിൽ ആർച്ചറെയും 17ാം ഓവറിൽ സന്ദീപ് ശർമ്മയെയും ബൗണ്ടറി കടത്തി ഓവർട്ടൺ ചെന്നൈയെ 100 കടത്തി. 18ാം ഓവറിൽ നാന്ദ്രെ ബർഗറെ നേരിട്ട കാംബോജും ഒരു മികച്ച 4 നേടി. അവസാന ഓവർ എറിയാനെത്തിയ സന്ദീപ് ശർമ്മയുടെ ആദ്യ പന്തിൽ തന്നെ ഓവർട്ടൺ ഒരു പടുകൂറ്റൻ സിക്സർ പറത്തി കാണികളെ ആവേശത്തിലാക്കി. എന്നാൽ 4ാമത്തെ പന്തിൽ റൺ എടുക്കാനുള്ള ശ്രമത്തിനിടയിൽ ഷിംറോൺ ഹെറ്റ്മയറിന്റെ മിന്നൽ വേഗത്തിലുള്ള കൃത്യമായ ത്രോയിൽ ഓവർട്ടൺ റൺ ഔട്ടായി മടങ്ങി. 19.4 ഓവറിൽ 121 റൺസിന് ചെന്നൈ സൂപ്പർ കിങ്സ് എല്ലാവരും പുറത്തായി. 43 റൺസ് നേടിയ ജാമി ഓവർട്ടന്റെ ഒറ്റയാൾ പോരാട്ടം മാത്രമായിരുന്നു ചെന്നൈ ഇന്നിംഗ്സിലെ ഏക ആശ്വാസം. ജോഫ്ര ആർച്ചർ, നാന്ദ്രെ ബർഗർ, രവീന്ദ്ര ജഡേജയുടെ തകർപ്പൻ പ്രകടനമാണ് അക്ഷരാർത്ഥത്തിൽ ചെന്നൈയുടെ നട്ടെല്ലൊടിച്ചത്. എന്നാൽ യഥാർത്ഥ വെടിക്കെട്ട് തുടങ്ങാനിരിക്കുന്നതേയുള്ളൂ. ചെന്നൈ സൂപ്പർ കിങ്സ് ഉയർത്തിയ 128 റൺസ് എന്ന ചെറിയ എന്നാൽ സമ്മർദ്ദം നിറഞ്ഞ വിജയലക്ഷ്യത്തെ പിന്തുടരാൻ വേണ്ടി രാജസ്ഥാൻ റോയൽസിനു വേണ്ടി ക്രീസിലെത്തിയത് ഫോമിലുള്ള യശസ്വി ജയ്സ്വാളും കേവലം 15 വയസ്സ് മാത്രം പ്രായമുള്ള യുവവിസ്മയം വൈഭവ് സൂര്യവംശിയും. ഗുവാഹത്തിയിലെ ആവേശഭരിതരായ കാണികൾക്ക് മുന്നിൽ രാജസ്ഥാൻ തങ്ങളുടെ ഉദ്ദേശം ആദ്യ ഓവറിൽ തന്നെ വ്യക്തമാക്കി. ന്യൂസിലൻഡ് പേസർ മാറ്റ് ഹെൻറി എറിഞ്ഞ ആദ്യ ഓവറിൽ തന്നെ നാടകീയമായ സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയത്. ഒരു ഷോർട്ട് ബോളിൽ പുൾ ഷോട്ടിന് ശ്രമിച്ച വൈഭവിനെ മിഡ് വിക്കറ്റിൽ വെച്ച് കാർത്തിക് കൈവിട്ടത് ചെന്നൈക്ക് ടൂർണമെന്റിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയായി മാറി. ജീവൻ തിരികെ കിട്ടിയ ആ 15-കാരൻ തൊട്ടടുത്ത ഓവറിൽ തന്നെ ഡീപ് മിഡ് വിക്കറ്റിന് മുകളിലൂടെ ഒരു കൂറ്റൻ സിക്സർ കടത്തിക്കൊണ്ട് തന്റെ വരവറിയിച്ചു. ആ ഒരു ഓവറിൽ 18 റൺസാണ് രാജസ്ഥാൻ അടിച്ചുകൂട്ടിയത്. പിന്നീട് ഗുവാഹത്തിയിലെ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും വിസ്മയകരവും രോമാഞ്ചകരവുമായ ഒരു ബാറ്റിംഗ് വെടിക്കെട്ടിനായിരുന്നു. ലോകോത്തര ബൌളർമാരായ ഖലീൽ അഹമ്മദും മാറ്റ് ഹെൻറിയുമെല്ലാം ആ കൊച്ചു പയ്യന്റെ ബാറ്റിന്റെ ചൂടറിഞ്ഞു. 3ാം ഓവറിൽ മാറ്റ് ഹെൻറിയുടെ 121 കിലോമീറ്റർ വേഗതയുള്ള സ്ലോവർ പന്തിൽ ഫ്രണ്ട് ലെഗ് ക്ലിയർ ചെയ്ത് ഡീപ് ബാക്ക്വേർഡ് പോയിന്റിന് മുകളിലൂടെ നേടിയ ആ അവിസ്മരണീയ സിക്സർ കാണികളെ കമന്റേറ്റർമാരെയും അക്ഷരാർത്ഥത്തിൽ സ്തംഭിപ്പിച്ചു കളഞ്ഞു. മറുവശത്ത് വളരെ പക്വതയോടെ ബാറ്റ് വീശിയ യശസ്വി ജയ്സ്വാളും ഖലീൽ അഹമ്മദിനെ സ്ട്രെയിറ്റ് മിഡ് ഓഫിലൂടെ ബൗണ്ടറി കടത്തിക്കൊണ്ട് രാജസ്ഥാന്റെ സ്കോർ ബോർഡിന് വേഗത കൂട്ടി. 5ാം ഓവറിൽ പന്തെറിയാനെത്തിയ അഫ്ഗാൻ സ്പിന്നർ നൂർ അഹമ്മദിനെതിരെ തുടർച്ചയായ 2 പടുകൂറ്റൻ സിക്സറുകൾ പറത്തിക്കൊണ്ട് വൈഭവ് സൂര്യവംശി കേവലം 15 പന്തുകൾ കൊണ്ട് തന്റെ അർദ്ധ സെഞ്ചുറി തികച്ചു. ഗാലറി അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഈ 15 വയസ്സുകാരന്റെ അമാനുഷിക പ്രകടനം കണ്ട് ചെന്നൈ നായകൻ ഋതുരാജ് ഗെയ്ക്വാദ് എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായനായി നിന്നുപോയി. അവസാനം 7ാം ഓവറിൽ അൻഷുൽ കാംബോജിന്റെ പന്തിൽ അതിർത്തി വരയ്ക്കരികിൽ ഡൈവ് ചെയ്ത സർഫ്രാസ് ഖാൻ ക്യാച്ച് നൽകി മടങ്ങുമ്പോൾ വെറും 17 പന്തിൽ 4 ഫോറും 5 കൂറ്റൻ സിക്സറുകളും അടക്കം 52 റൺസ് ആ യുവതാരം അടിച്ചുകൂട്ടിയിരുന്നു. ബർസാപര സ്റ്റേഡിയം മുഴുവൻ എഴുന്നേറ്റ് നിന്നാണ് ഭാവി വാഗ്ദാനമായ ആ കൊച്ചുമിടുക്കന്റെ ഇന്നിംഗ്സിനെ കയ്യടികളോടെ യാത്രയാക്കിയത്. വൈഭവ് പുറത്തായതിനു ശേഷം ക്രീസിലെത്തിയ ധ്രുവ് ജുറേലും ഒട്ടും ദയ കാണിച്ചില്ല. ചെന്നൈ ബൌളർമാർക്ക് ശ്വാസം വിടാൻ ഒരിടവേള പോലും നൽകാതെ ജുറേലും ആഞ്ഞടിച്ചു. ജാമി ഓവർട്ടന്റെ 8ാം ഓവറിൽ ജുറേൽ നേടിയ തുടർച്ചയായ ബൗണ്ടറികൾ രാജസ്ഥാന്റെ നെറ്റ് റൺ റേറ്റ് കുത്തനെ ഉയർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ളതായിരുന്നു. എന്നാൽ 9ാം ഓവറിൽ വീണ്ടും പന്തെറിയാനെത്തിയ അൻഷുൽ കാംബോജിന്റെ പന്തിൽ ഒരു അതിസാഹസികമായ സ്കൂപ്പ് ഷോട്ടിന് ശ്രമിച്ച ജുറേൽ സ്വന്തം സ്റ്റമ്പിലേക്ക് പന്ത് വലിച്ചിട്ട് പുറത്തായി. അപ്പോഴേക്കും രാജസ്ഥാൻ 9.2 ഓവറിൽ 2ന് 102 എന്ന അതിശക്തമായ നിലയിലെത്തിയിരുന്നു. വിജയത്തിലേക്ക് ഇനി വെറും 26 റൺസ് മാത്രം. പിന്നീട് ക്രീസിൽ ഒന്നിച്ച യശസ്വി ജയ്സ്വാളും നായകൻ റിയാൻ പരാഗും ചേർന്ന് യാതൊരു നാടകീയതകൾക്കും ഇട നൽകാതെ രാജസ്ഥാനെ അനായാസം വിജയതീരത്തേക്ക് നയിച്ചു. ചെന്നൈ ബൌളർമാരുടെ അവശേഷിച്ച ആത്മവിശ്വാസം കൂടി തല്ലിക്കെടുത്തിക്കൊണ്ട് കേവലം 11 ഓവറുകൾക്കുള്ളിൽ തന്നെ രാജസ്ഥാൻ റോയൽസ് ഈ പടുകൂട്ടൻ വിജയം സ്വന്തമാക്കി. സ്വന്തം കാണികൾക്ക് മുന്നിൽ 8 വിക്കറ്റിന്റെ ആധികാരിക വിജയം നേടിയ രാജസ്ഥാൻ കളിക്കാർ മൈതാനത്ത് വിജയാഹ്ലാദം പങ്കുവച്ചു. എന്നാൽ കനത്ത തോൽവിയുടെ ഭാരവുമായി നിരാശയോടെ തലകുനിച്ചു മടങ്ങാനാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ വിധി. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്?
അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.